വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ഹനില. അപ്പൊ ഇന്ന് ഞാൻ കമന്റിന്റെ റീപ്ലൈ തരാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പൊ ആളുടെ പേരില്ല, യൂസർ ID മാത്രമേ ഉള്ളൂ. 10-15 മിനിറ്റ് കൊണ്ട് 1000 രൂപയിൽ അധികം സമ്പാദിക്കുന്ന ഒരു ട്രാൻസ് 8 മണിക്കൂർ ജോലി ചെയ്ത് 1000 രൂപ വാങ്ങുമെന്ന് താങ്കൾ ചിന്തിക്കുന്നുണ്ടോ? ഞാൻ ചിന്തിക്കുന്നില്ല. അതിന്റെ റീസൺ ഞാൻ പറയാം. എല്ലാവരും അല്ല ഈ പറഞ്ഞതുപോലെ ബാലൻസ് പറഞ്ഞിരിക്കുന്ന എല്ലാ ട്രാൻസ് വ്യക്തികളെയും അങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ആണെന്നല്ല പറഞ്ഞത്. അപൂർവം ചിലവർ മാത്രമേ അഭിമാനത്തോടെ ജീവിക്കുന്നു. ബാക്കി ഭൂരിഭാഗവും സെക്സ് വർക്ക് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. എത്ര വലിയ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞാലും അവർ പോകില്ല. അപ്പൊ അതിനുള്ള റീപ്ലൈ ഞാൻ പറയും. ഇപ്പോൾ ആദ്യത്തെ റീപ്ലൈ മാത്രം ഞാൻ പറയാം. അതായത് 10-15 മിനിറ്റ് കൊണ്ട് 1000 രൂപയിൽ അധികം സമ്പാദിക്കുന്ന ഒരു ട്രാൻസ് വുമൺ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സ് 8 മണിക്കൂർ ജോലി ചെയ്ത് 1000 രൂപ വാങ്ങുമെന്ന് താങ്കൾ ചിന്തിക്കുന്നുണ്ടോ? ഞാൻ ചിന്തിക്കുന്നില്ല. കാരണം ഒരു ദിവസം തന്നെ 7-8 സമ്പാദിക്കുന്നവര് ഒരു മാസം 7000 രൂപയിൽ നിൽക്കില്ല. അത് എനിക്കൊരു അനുഭവമുണ്ട്. ഞാൻ ട്രാൻസിഷൻ ചെയ്യുന്ന സമയത്ത്, ഞാൻ ട്രാൻസ് ആണെന്ന് ഡിക്ലെയർ ചെയ്ത് നടക്കുന്ന സമയമുണ്ട്. ഞാനൊരു പുരുഷനാണ്, പക്ഷെ എല്ലാവരുടെ അടുത്തും ഞാൻ പറയും ഞാൻ ട്രാൻസ് ആണെന്നുള്ളത് പറയും. എൻ്റെ ID കാർഡൊക്കെ മെയിലാണ്, എൻ്റെ പേര് മെയിലാണ്. അപ്പോൾ അന്ന് മുതലേ എനിക്ക് ട്രാൻസിന് ഹെൽപ്പ് ചെയ്യാനുള്ള മെന്റാലിറ്റി കൂടുതലാണ്. എനിക്ക് ട്രാൻസിന് ഹെൽപ്പ് ചെയ്യണം, കാരണം ഞാൻ അതുപോലെയാണല്ലോ. അപ്പൊ ഞാൻ പ്ലാൻ ചെയ്തിട്ടാണ് ട്രാൻസിഷൻ ചെയ്യുന്നത്. കാരണം എനിക്ക് മറ്റുള്ളവരെ പോലെ സെക്സ് വർക്കിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ജോലി ചെയ്ത്, അതായത് നമുക്ക് സാഹചര്യത്തിനനുസരിച്ച് മാറാന്ന് വെച്ചിട്ട് ഞാൻ കൺട്രോളിങ്ങിലായിരുന്നു. കാരണം എന്റെ ട്രാൻസിഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഓഫീസ് കിട്ടുന്ന വരെ ഞാൻ വെയിറ്റിംഗിലായിരുന്നു. അതുവരെ ഞാൻ ട്രാൻസ് ആണെന്ന് മറ്റുള്ളവരുടെ ഡിക്ലെയർ ചെയ്യും, പക്ഷെ ഞാൻ പുരുഷനാണ്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഞാൻ ഹോർമോണൊക്കെ എടുത്ത് എനിക്ക് ബ്രസ്റ്റ് ഒക്കെ വന്നു. പക്ഷെ എന്നാലും ഞാൻ മെയിലാണ്, മെയിൽ ഐഡന്റിറ്റി കാർഡാണ്. ഞാൻ ഹോർമോൺ മാത്രം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, ഒരു മാസം എങ്ങനെ എന്തായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തില് സാറും ഇങ്ങനെ കുറച്ചു പേര് ജോലിക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ട്രാൻസ് ആണെന്നുള്ള കാര്യം സാർക്ക് അറിയാം. പക്ഷെ ഞാൻ പുരുഷന്റെ ലുക്കിലാണ് ജോലിക്ക് പോകുന്നത്. മീശയൊന്നുമില്ല, മുടിയുണ്ട്, ഹോർമോൺ എടുത്തിട്ടുണ്ട്. സാർക്ക് ഇതെല്ലാം അറിയാം. അപ്പൊ സാറെടുത്ത് പറഞ്ഞു, സാറേ എന്നെ പോലെ ഒരുപാട് പേരുണ്ട്. അതായത് ഞാൻ അത് പറയാൻ കാരണം, അതിന്റെ തലേ ദിവസം ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടു. കൊറോണ സമയത്ത് സെക്സ് വർക്ക് ചെയ്തിട്ടാണ് അവർ ജോലി ചെയ്യുന്നത്, അല്ലാതെ ജീവിക്കാനുള്ള വരുമാനം കണ്ടെത്തുന്നത്. കാരണം കൊറോണ എന്ന സമയത്ത് നമുക്ക് കൊറോണ പിടിക്കുന്നുള്ള പേടിയുള്ള ഒരു കാലഘട്ടമാണ്. അപ്പോൾ എനിക്ക് സങ്കടം തോന്നി, കാരണം അവർക്ക് ജീവിക്കണമെങ്കിൽ സെക്സ് വർക്ക് ചെയ്തിട്ട് വേണം ജീവിക്കാൻ. അപ്പൊ ഒരു വീഡിയോയിൽ ഇങ്ങനെ കണ്ടു, ഞങ്ങൾക്ക് കൊറോണ വന്നാലും പ്രശ്നമില്ല, ഫുഡ് കഴിക്കാൻ കാശില്ല, അപ്പൊ എനിക്ക് ഇത് തന്നെ ചെയ്യേണ്ടി വരും എന്നുള്ള ഒരു യൂട്യൂബിലെ വീഡിയോ കണ്ടു. അപ്പൊ അത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം തോന്നി. കാരണം എന്നെ പോലെയുള്ളവര് ഫുഡിന് കാശില്ലാതെ സെക്സ് വർക്ക് ചെയ്തിട്ടാണ് അവര് ആ കൊറോണ സമയത്തടക്കം ജീവിക്കുന്നത്. അപ്പൊ കൊറോണയുടെ സമയത്ത് നമുക്കൊക്കെ പേടിയാണ് പുറത്തിറങ്ങാൻ. അപ്പൊ ഞാൻ ഓഫീസിലേക്ക് പോകുന്നുണ്ട്. എന്റെ ആയുർവേദ മെഡിസിൻ കമ്പനിയാണ്. ഓഫീസിലേക്ക് പോകാനൊക്കെ ബസ്സിലൊക്കെ യാത്ര ചെയ്യാനുള്ള ഒരു സമയമാണ്. ബാക്കിയുള്ളവർക്ക് ആർക്കും പുറത്തു പോകാൻ പറ്റില്ല എന്നുള്ള അങ്ങനെ എന്തോ ആയിരുന്നു. കുറച്ച് സമയത്ത് അങ്ങനെയാണ്, ജോലിക്ക് പോകുന്നവർക്ക് പോകാം, അനാവശ്യമായിട്ട് പുറത്തിറങ്ങാൻ പറ്റില്ല എന്നുള്ളൊരു റൂൾസ് ഉണ്ടായിരുന്നു. അതിനു മുമ്പ് കർശന നിയന്ത്രണം ഉണ്ടായിരുന്നു. അപ്പോഴും ഞാൻ വീട്ടിൽ നിന്നാണ് വർക്ക് ചെയ്തത്. അപ്പോഴും ഞാൻ സേഫ് ആണ്. എനിക്ക് ഓൺലൈൻ വർക്ക് ആയതുകൊണ്ട് എനിക്ക് സേഫ് ആണ്. അപ്പൊ മറ്റുള്ളവരെ കുറിച്ച് ആലോചിച്ചപ്പോൾ എനിക്ക് ടെൻഷനാണ്. ഞാൻ പൊതുവെ ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ എനിക്ക് സങ്കടം തോന്നിയിട്ട്, എനിക്ക് പാലക്കാട് അങ്ങനെ അധികം ആരുമായിട്ടും കോണ്ടാക്ട് ഇല്ല. അപ്പൊ ഞാൻ പാലക്കാട് ഒരു വ്യക്തിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഞാൻ ആദ്യം എൻ്റെ സാറടുത്ത് പറഞ്ഞു, സാറ് എന്തായാലും ജോലിക്ക് എടുക്കുന്നുണ്ട്, എന്നെ പോലെ ഒരുപാട് പേര് ജോലി ഇല്ലാതിരിക്കുന്നുണ്ട്, അവർക്ക് സാറ് ജോലി കൊടുക്കുക, എനിക്ക് വേണ്ടി ഒന്ന് ജോലി കൊടുക്കാമോ ചോദിച്ചു. അപ്പൊ സാറ് പറഞ്ഞു, സാർക്ക് എന്നെ വിശ്വാസമാണ്, ഞാൻ അവിടെ ഒരു 5 കൊല്ലം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ സീനിയർ സ്റ്റാഫാണ്, എന്നെ നല്ല വിശ്വാസമാണ്, ഞാൻ ട്രാൻസ് ആയതിന്റെ പേരിൽ ആൾക്ക് പ്രശ്നമില്ല. സാറിനടുത്ത് ഞാൻ തുറന്നു പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞത് ആണായാലും പെണ്ണായാലും കൊള്ളാം, ജോലി ചെയ്താൽ മതി എന്നാണ് സാറ് പറഞ്ഞത്. സാർക്ക് എന്നെ നല്ല വിശ്വാസമാണ്. ഞാൻ അത്യാവശ്യം നല്ലോണം വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ലേഡീസ് മാത്രമുള്ള ഒരു ഓഫീസാണ്. അപ്പൊ സാറ് എന്നോടുള്ള വിശ്വാസം കൊണ്ട് എനിക്ക് ഒരു ഉത്തരവാദിത്തം തന്നു. ശരി, അങ്ങനെയുള്ളവരെ ഞാൻ എടുത്തോളാം, എനിക്ക് പ്രശ്നമില്ല എന്ന് സാറ് പറയുകയും ചെയ്തു. അപ്പൊ ഞാൻ പാലക്കാട് എനിക്ക് അധികം ആരും അറിയില്ല. ഞാൻ ട്രാൻസിഷൻ ചെയ്ത് നടക്കുന്ന സമയത്താണെങ്കിലും തമ്മിൽ ആരെയും അറിയില്ല, ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അപ്പൊ ഞാൻ ഒരു ചേച്ചിയെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ട്രാൻസ് വുമൻസിന് എനിക്ക് ജോലി കൊടുക്കാം, എൻ്റെ ഓഫീസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആള് നോക്കട്ടെ എന്ന് പറഞ്ഞു. ഒരു ട്രാൻസ്മാന്റെ കാര്യം മാത്രം പറഞ്ഞു, പക്ഷെ ട്രാൻസ്മാനെ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പുരുഷന്മാരെ വേണ്ട, സ്ത്രീകളെ മതി എന്നാണ് സാറ് പറഞ്ഞത്. പിന്നെ ഞാൻ എന്ത് ചെയ്തു, TG സെല്ലിലേക്ക് വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ പ്രജിത്തേട്ടനായിരുന്നു, എനിക്ക് അറിയുന്ന ആൾ തന്നെയാണ്, മുമ്പ് പരിചയമുള്ളതാണ്, ഹെൽപ്പ് ലൈൻ വഴി. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ട്രാൻസ് വുമൻസിന് ഞാൻ ജോലി കൊടുക്കാം, ഞങ്ങളുടെ ഓഫീസിലേക്ക് ആവശ്യമുണ്ട്,
പക്ഷെ ബേസിക് സാലറി 7,000 രൂപയാണ്. നിങ്ങൾ കമന്റ് ഇട്ട ആള് പോലെ 7,000 രൂപയാണ് ബേസിക് സാലറി. പിന്നെ ടാർഗറ്റ് അച്ചീവ് ചെയ്ത 10-15 ഒക്കെ കിട്ടുള്ളൂ. അപ്പൊ ഞാൻ ഇട്ട സമയത്ത് അവര് ആഡ് ഉണ്ടാക്കിയിട്ട് പാലക്കാടിൽ തന്നെ ഇട്ടു, പാലക്കാട് ഗ്രൂപ്പിൽ തന്നെ ഇട്ടു. ഞാൻ ആരടുത്താണോ ജോലിക്ക് ആളെ വേണം ചോദിച്ചത് അവരുടെ അടുത്ത് തന്നെയാണ് അത് കിട്ടിയത്. എന്നിട്ട് ആ ആഡ് കണ്ടിട്ട് കുറെ പിള്ളേർ എനിക്ക് മെസ്സേജ് അയച്ചു, ട്രാൻസ്ഫോമൻസ്. അപ്പൊ ഞാൻ സംസാരിച്ചു, ഞാൻ ഇന്റർവ്യൂ ഒന്നും ചെയ്യുന്നില്ല, ട്രാൻസ് ആണോ, ഓക്കെ ഞാൻ ജോലി തരാം. അപ്പോൾ ആദ്യം 4 പേര് മതി, 4 പേരെ കൊണ്ടുപോയിട്ട് അവര് വർക്ക് ചെയ്തിട്ട് അടുത്ത ആൾക്കാരെ കൊണ്ടുപോകാന്നുള്ളതായിരുന്നു. അപ്പൊ സാർക്ക് എനിക്ക് ഉത്തരവാദിത്തം തന്നു, എന്നെ മാനേജർ ആക്കിയിട്ട് ബാക്കിയുള്ളവർ സ്റ്റാഫുകളാക്കിയിട്ട് ഞാൻ അവരെ മാനേജ് ചെയ്താൽ മതി, സെപ്പറേറ്റ് നിനക്കൊരു ഓഫീസ് ഇട്ട് തരാമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്കും നല്ലൊരു പൊസിഷനായി, അവർക്കും ജോലിയായി, നമ്മൾ ട്രാൻസുകൾ തമ്മിലാവുമ്പോൾ പ്രശ്നവുമില്ല. അങ്ങനെ 2 പേരെ ഞാൻ ജോലിക്ക് കൊണ്ടുപോയി, 4 പേരെ ഇന്റർവ്യൂവിന് കൊണ്ടുപോയി. സാറ് കുഴപ്പമില്ല എന്ന് പറഞ്ഞു, സംസാരിച്ചു. അപ്പൊ സാർക്ക് ട്രാൻസിൻ്റെതായ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു. അപ്പോൾ അത് ചിലതൊന്നും ഇവർക്ക് ഇഷ്ടമായില്ല. അപ്പൊ സാറ് മെയിൽ ആയതുകൊണ്ടുള്ള ചോദ്യമാണ്, പക്ഷെ എനിക്കത് തെറ്റായിട്ട് തോന്നിയില്ല, അവർക്ക് തെറ്റായിട്ട് തോന്നി. അപ്പൊ ഞാൻ അത് കാര്യമാക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ അവർ ജോലിക്ക് വന്നു, 2 ദിവസം ജോലി ചെയ്തു. 2 ദിവസം ജോലി ചെയ്തിട്ട് ഞാൻ പറയണതൊന്നും അവരനുസരിക്കുന്നില്ല. ഞാൻ പറയുമ്പോൾ എന്നെ ഇങ്ങോട്ട് ചീത്ത പറയാണ്. ഞാൻ അവരുടെ സീനിയറാണ്, ഞാനാണ് അവരെ ജോലി ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ അവർ ചെയ്യുന്നില്ല, എന്നോട് ഇങ്ങോട്ട് വഴക്കിന് വരിക. അപ്പോ ഇപ്പൊ നമ്മളിപ്പോ ഒരു ചായക്കടയിൽ ജോലി ചെയ്യുകയാണെങ്കിൽ ടീം മാസ്റ്ററുടെ അടുത്ത് നമ്മളെ പറയുന്ന കാര്യങ്ങൾ ചെയ്യണം. പാത്രം കഴുകാൻ പറഞ്ഞാൽ കഴുകണം, ഞാൻ കഴുകില്ല നിങ്ങൾ കഴുകുക എന്ന് നമ്മൾ മുതലാളിയുടെ അടുത്ത് ചീത്ത പറയാൻ പാടില്ല. ആ രീതിയിലാണ് ഇവർ എൻ്റെ അടുത്ത് ബിഹേവ് ചെയ്തത്. ഞാൻ പറയുന്ന കോളുകൾ എടുക്കാൻ പറഞ്ഞാൽ എടുക്കില്ല, കസ്റ്റമറുടെ ഇങ്ങനെ സംസാരിക്കണം എന്ന് പറഞ്ഞാൽ സംസാരിക്കില്ല. അപ്പൊ ആ സാഹചര്യത്തിൽ ഞാൻ ഹോർമോൺ എടുക്കുന്ന സമയത്തോടെ എനിക്ക് നല്ല ദേഷ്യം വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ ഞാൻ ജോലിയിൽ നിന്ന് തിരിച്ചു വിടുന്നു പറഞ്ഞു. കാരണം നമ്മൾ പറയുന്ന അനുസരിക്കുന്നില്ല. ഞാനൊരു സഹായം ചെയ്യാൻ വേണ്ടി പോയിട്ട് അവസാനം എനിക്ക് പണിയായി, സാർ അവസാനം എന്നെ ചീത്ത പറയില്ല. ഇവര് പറയുന്നത് കേൾക്കുന്നില്ല, ആകെ ചെറിയൊരു ജോലിയാണ്. അപ്പൊ അവർ എന്നെ ചീത്ത പറയാണ്. അവസാനം അതിലൊരു കുട്ടി എന്നെ പറയാണ്, ഞാനൊരു ട്രാൻസ് ആണ്, എന്നെ ജോലിയിൽ നിന്ന് തിരിച്ചു വിട്ടു കഴിഞ്ഞാൽ 5 കൊല്ലത്തേക്ക് ജയിലിൽ കയറ്റുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ പേടിച്ചു, ഞാൻ ആദ്യമായിട്ടാണ് ഇവരെയൊക്കെ പരിചയപ്പെടുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, കുട്ടി ഞാനൊരു ട്രാൻസ് അല്ലേ ചോദിച്ചു. അപ്പോ അവള് പറയാണ്, നിങ്ങൾ മെയിലല്ലേ, അതായത് ഞാൻ ബ്രസ്റ്റ് ഒക്കെ ഉണ്ട്, പക്ഷെ ഞാൻ മെയിൽ ലുക്കിലാണ്, അവര് ബ്രസ്റ്റ് ഒന്നുമില്ല, ഡ്രസ്സിങ് മാത്രമേ ഉള്ളൂ, പക്ഷെ അവർ ഫീമെയിൽ ലുക്കിലാണ്, അവർക്ക് ID കാർഡും ഉണ്ട്. അപ്പൊ അവർ എന്നെ ഇങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്തു. അപ്പൊ എനിക്ക് നല്ല വിഷമമായി. ഞാൻ സത്യത്തിൽ പേടിച്ചു എന്നെ ജയിലിലാക്കുന്നു. കാരണം എനിക്ക് പേടി എന്ന് പറയുമ്പോൾ എന്റെ വീട്ടിൽ എന്റെ കുട്ടിയുണ്ട്, കുട്ടിയെ നോക്കണം, അമ്മയെ നോക്കണം, എന്നെ അവർ ജയിലിലാക്കും. കാരണം ഞാൻ സാറിന് ഒരു ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിച്ചു. സാർക്കും എൻ്റെ അടുത്ത് ചീത്ത കൊള്ളും, സാറിന്റെ ഭാഗത്ത് നിന്ന് എനിക്ക് ചീത്ത കൊള്ളും. ഞാനാണല്ലോ ജോലിക്ക് കൊണ്ടുവന്നത്. അവസാനം കമ്പനി തന്നെ അടച്ചു പൂട്ടി പോകുന്നുള്ള പേടിയായിരുന്നു എനിക്ക്. ലക്ഷങ്ങൾ മുടക്കിയിട്ടുള്ള ഒരു കമ്പനിയാണ്. എന്നെ ഒരു വലിയൊരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ട് ഇവർ എന്നോട് ഇങ്ങനെ ബിഹേവ് ചെയ്തപ്പോൾ വിഷമമായി. അപ്പൊ എന്നെ ഇവളിങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന രീതിയിൽ സംസാരിക്കും. പക്ഷെ ഇവള് തമാശയ്ക്ക് പറയണമെന്നാണ് പിന്നീട് എനിക്ക് മനസ്സിലായത്. പക്ഷെ വേറൊരു കുട്ടിയും കൂടി ഉണ്ടായിരുന്നു, ട്രാൻസ് ആണ്. അപ്പൊ അവള് പറഞ്ഞു, വേണ്ടടി ആ ചേച്ചിയെ വിഷമിപ്പിക്കരുത്, കരയിപ്പിക്കില്ല എന്ന് ഇവള് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് അവളോട് കുറച്ച് ഇഷ്ടം ഉണ്ടായിരുന്നു. കാരണം എന്നെ ഇവള് ചീത്ത പറയുന്ന സമയത്ത് അവള് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അന്ന് എന്റെ ഹോർമോണിന്റെ ഡിപ്രഷന്റെ പുറത്താണ് ഞാൻ അവരെ ചീത്ത പറഞ്ഞത്. ചീത്ത പറയേണ്ട ആവശ്യമുണ്ട്, പക്ഷെ ഞാൻ കൺട്രോൾ ചെയ്യായിരുന്നു. അതുപോലെ അവരും അത് കേൾക്കായിരുന്നു. അപ്പൊ ഒരു തമ്മിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു ആ സമയത്ത്. അപ്പോ എന്നിട്ട് അവസാനം ഞാൻ പറഞ്ഞു, ഇനി മേലാൽ നിങ്ങൾ എൻ്റെ അടുത്ത് മിണ്ടേത് വരെ ജോലി ചെയ്യാൻ പോവാം, ഞാൻ ഒരു കാര്യത്തും ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടാതായപ്പോ അവര് എന്നോട് മിണ്ടാതായി. അവര് പിന്നെ വന്നില്ല, പിറ്റേ ദിവസം മുതൽ വന്നില്ല. എനിക്കും പേടിയായി. പിന്നെ ഞാൻ ട്രാൻസ് കമ്മ്യൂണിറ്റി ആയിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല. കാരണം ട്രാൻസിനെ ഹെൽപ്പ് ചെയ്യാൻ പോയിട്ട് എനിക്ക് പണി കിട്ടി, അവര് ജോലി നേരെ ചെയ്തുമില്ല. അവര് വന്ന് സെറ്റിലായിട്ട് ബാക്കിയുള്ള അവരുടെ ഫ്രണ്ട്സിനെയും മറ്റുള്ളവരെയൊക്കെ എടുക്കാന്നുള്ള ചിന്തയായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റിയിൽ വിളിച്ച് ഇങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞു, ഒത്തുതീർപ്പാക്കി. കാരണം എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ അവരുടെ ഭാഗത്ത് നമുക്ക് മിസ്റ്റേക്ക് പറയാൻ പറ്റില്ല, എല്ലാവർക്കും ഞാൻ പറയണത് ചെയ്യാൻ പറ്റണം എന്നില്ലല്ലോ. പിന്നെ വേറെ ഈ പറഞ്ഞതുപോലെ വേറെ ട്രാൻസ് വുമൻസ് അടുത്ത് ഈ കഥ പറഞ്ഞപ്പോൾ അവര് പറയണത്, അവരൊരു ദിവസം 7,000 രൂപ സമ്പാദിക്കുന്നുണ്ട് സെക്സ് വർക്കിന് പോയിട്ട്. ഈ ഓഫീസിൽ വന്നിട്ട് മാസം 7,000 രൂപയ്ക്ക് നിൽക്കും തോന്നുന്നുണ്ടോ ഹനില എന്ന് ചോദിച്ചു. അപ്പൊ ഞാനും ചിന്തിച്ചു, അതായത് നിവർത്തികേട് കൊണ്ട് സെക്സ് വർക്കിന് പോകുന്നവരുണ്ട്. പിന്നെ ഇപ്പൊ അവർ ഒരു ദിവസം 7,000 രൂപ സമ്പാദിക്കുന്നതിന് അവർക്ക് സർജറീസ് ഒക്കെ ചെയ്യണം. അപ്പൊ ഇത്രയും ഒരു മാസമൊക്കെ 7,000 കിട്ടി കൂട്ടി വെച്ച് കുറെ വർഷങ്ങൾ കഴിഞ്ഞാലും സർജറി. അപ്പൊ അവർക്ക് പെട്ടെന്ന് സർജറി ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് അത് തന്നെ തിരഞ്ഞെടുക്കേണ്ടി വരുള്ളൂ. അപ്പൊ അവരുടെ സാഹചര്യമാണ്, അവരെന്തുകൊണ്ടാണ് അത് ചെയ്യുന്നുള്ളത് അവർക്ക് അറിയാൻ പറ്റില്ല. അവർക്ക് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അവർക്ക് പെട്ടെന്ന് ശരീരം മാറ്റണം എന്നുള്ള ആഗ്രഹമായിരിക്കാം. എല്ലാവർക്കും ഒരേ മാനസികാവസ്ഥയായിരിക്കില്ലല്ലോ. എനിക്കിപ്പോ
കുറച്ച് കൂട്ടി കൂട്ടി വെച്ചിട്ട് സർജറി ചെയ്താൽ മതി എന്നുള്ള മൈൻഡിൽ ഞാൻ അങ്ങനെ ചെയ്തു. ഞാൻ ആദ്യം ഹോർമോൺ എടുത്തെങ്കിലും ഫൈനലായിട്ടാണ് സർജറി കംപ്ലീറ്റ് ചെയ്തത്. പക്ഷെ അവർ പെട്ടെന്ന് സർജറി ചെയ്യുന്നു, കാരണം അവർക്ക് ആഗ്രഹങ്ങൾ അങ്ങനെയാണ്. പിന്നെ ഇപ്പൊ സെക്സ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അവർക്ക് ഒരുപക്ഷെ ഈ ജോലിയേക്കാളും കുറച്ചുകൂടെ എളുപ്പം അതാണ്. ഇപ്പൊ നിങ്ങളാണെങ്കിലും ഇപ്പൊ കമന്റ് ഇട്ട ആളാണെങ്കിലും നിങ്ങൾക്ക് കുറച്ചുകൂടെ കൂടുതൽ സാലറി കിട്ടിയാൽ നിങ്ങൾ അതിലേക്കേ പോവുള്ളൂ. അപ്പോ ഇതൊരു ജോലി അതൊരു ജോലി, അപ്പൊ അതിൽ കുറച്ചുകൂടി കൂടുതൽ കിട്ടുമ്പോൾ അവർ അതാണ് ചൂസ് ചെയ്യാറ്. പിന്നെ ചില വ്യക്തികൾ അത് പഠിച്ചു കഴിഞ്ഞു, അപ്പൊ അത് തന്നെ തുടരാനായിരിക്കും താല്പര്യം. അവരെ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല, അവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് അവർക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ അവർ സെക്സ് വർക്ക് ചെയ്യുന്നതിലൊന്നും തെറ്റു പറയുന്നില്ല. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഒരു ദിവസം 7000 ഉണ്ടാക്കുന്നവർ ഒരു മാസം 7000 രൂപ അല്ലെങ്കിൽ 8 മണിക്കൂർ ജോലി ചെയ്ത് 7000 രൂപ വാങ്ങിക്കാൻ അവര് തയ്യാറാവില്ല. ഞാനാണെങ്കിൽ ഇപ്പം എനിക്കിപ്പോ 7000 രൂപ സാലറി, ഓക്കെ, ഒരു 15000 രൂപയുടെ സാലറി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അതിലേക്ക് പോകും. അപ്പോ എല്ലാവരും അങ്ങനെയാണ്. അപ്പൊ ആ ഒരു ചിന്താഗതിയാണ്. അപ്പൊ ഓരോരുത്തരുടെ മനോഭാവമാണ്. അവർക്കത് ശരിയാണെങ്കിൽ അവർക്കത് ശരിയാണ്, അവർക്ക് സെക്സ് വർക്കാണ് ഇഷ്ടമെങ്കിൽ അവരത് ചെയ്യുന്നു. അത് തെറ്റല്ല എന്നൊക്കെയാണ് പറയണത്. അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യം. ഇനിയിപ്പോ അവർക്ക് നമ്മൾ സർജറീസ് ചെയ്യണം, വീട്ടുവാടക പോകണം, ചിലപ്പോൾ ഫാമിലിയെ നോക്കണം, ചിലപ്പോൾ അവരുടെ ബാക്ക്ഗ്രൗണ്ട് അവരെ കുറിച്ച് ഇതുപോലെ സംസാരിച്ചാൽ അവരുടെ കാര്യങ്ങൾ എന്താണെന്ന് അറിയുള്ളൂ. ഇപ്പൊ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നു. ഇത് ശരിയാണോ തെറ്റാണോ എന്ന് ആ സെക്സ് വർക്ക് ചെയ്യുന്ന വ്യക്തികൾക്ക് മാത്രമേ അവരുടെ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ അവരായിട്ട് സംസാരിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ കുറച്ച് പേരുടെ കാര്യങ്ങൾ എനിക്കറിയാം, അത് ഞാൻ ഷെയർ ചെയ്യാം. അപ്പൊ ഇതാണ് എനിക്കുണ്ടായ ഒരു അനുഭവം. അപ്പോ ഞാനൊരു ഓഫീസിൽ കുറച്ച് ട്രാൻസിന് ജോലി കൊടുത്തു, അത് എനിക്ക് പ്രശ്നമായി. പിന്നെ ഇപ്പൊ അന്ന് ഞാൻ അവരുമായിട്ട് വഴക്കുണ്ടായ ആൾക്കാരുമായിട്ട് ഇപ്പൊ ഞാൻ സംസാരിക്കാറുണ്ട്, ഫ്രണ്ട്ലി ആണ്. അന്നത്തെ സാഹചര്യത്തിൽ ഞങ്ങൾ തമ്മിൽ യോജിച്ചു പോകില്ല. ഇപ്പൊ എനിക്കത് പ്രശ്നമില്ല. അന്ന് എനിക്കും മെച്യൂരിറ്റി ഇല്ല എന്ന് പറയാം. ഇത് കഴിഞ്ഞിട്ട് എന്തായാലും ഒരു 4 കൊല്ലം ആയിട്ടുണ്ടാവും. ഞാനത് ചീത്ത പറയണ്ടായിരുന്നു എന്ന് ചിന്തിച്ചു. അവർക്കും അതുപോലെ വിഷമായിരുന്നു. പക്ഷെ ഞങ്ങളെ ഫ്രണ്ട്ലി ആണ്. ഇപ്പൊ അത് ആർക്കും ഒരു തെറ്റ് സംഭവിക്കാമല്ലോ. അപ്പൊ അവര് അവരുടെ കാര്യങ്ങൾ നോക്കുന്നു, ഞാൻ എന്റെ കാര്യം നോക്കുന്നു. വല്ലവിടെയും കണ്ടു കഴിഞ്ഞാൽ സംസാരിക്കും, കമ്മ്യൂണിറ്റിയിൽ എന്തെങ്കിലും പ്രോഗ്രാം കാണുമ്പോൾ സംസാരിക്കും. ഞങ്ങൾ തമ്മിൽ ശത്രുതയൊന്നുമില്ല. പക്ഷെ അതിന് ശേഷവും എനിക്ക് ഇതുപോലെ ഓപ്ഷൻസ് കിട്ടും, അതായത് ട്രാൻസിന് ജോലി വേണമെന്ന്. അപ്പൊ എനിക്ക് ആ ഓഫീസിലേക്ക് കൊണ്ടുപോകാൻ പേടിയാണ്. കാരണം രണ്ടുപേരും വന്ന് നിൽക്കാതെ പോയി വീണ്ടും എനിക്ക് സാറിന്റെ അടുത്ത് ചീത്ത കൊള്ളാമല്ലോ. അതുകൊണ്ട് എൻ്റെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് എനിക്ക് ഉറപ്പ് കൊടുക്കാൻ പറ്റില്ല. എനിക്ക് ആഗ്രഹം ഉണ്ടാവും അങ്ങനെ കൊടുക്കണം എന്ന് ജോലി, പക്ഷെ എനിക്ക് ഉറപ്പ് കൊടുക്കാൻ പേടിയാണ്. കാരണം രണ്ടുപേരും വന്നിട്ട് നിൽക്കാതെ പോയി, അപ്പോൾ മറ്റുള്ളവർ അതുപോലെ ചെയ്ത് കഴിഞ്ഞ് എൻ്റെ ജോലിയും കൂടെ പോകും. അപ്പൊ അതുകൊണ്ട് പിന്നീട് ഞാൻ ആ ഓഫീസിലേക്ക് ആരെങ്കിലും ജോലിക്ക് കൊണ്ടുപോയില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു വേറൊരു എക്സ്പീരിയൻസ്. ഇതേ കമന്റിന്റെ ബാക്കി ഡീറ്റെയിൽസും കൂടെ ഞാൻ പറയാം. അപ്പൊ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഇതിന്റെ ബാലൻസ് എക്സ്പീരിയൻസ് പറയാം. നന്ദി.